കണ്ടിരിക്കാൻ പറ്റിയ ഒരു പ്രോപ്പർ ആയ ഒരു സീസൺ ആണ് സീസൺ 3 എന്ന് പറയുകയാണെങ്കിൽ. കണ്ടിരിക്കാൻ നമുക്ക് സീസൺ 3, സീസൺ 2, സീസൺ 1 ഒക്കെ നോക്കുകയാണെങ്കിൽ ഫ്രഷ് ആയ ഒരു സ്റ്റാർട്ടിംഗ് ആയിരുന്നു. സീസൺ 1 നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് ആയിരുന്നു അതിന്റെ. സീസൺ 2 നോക്കുകയാണെങ്കിൽ പിന്നെയും ഒരു ഫ്രഷ് ആയ സ്റ്റാർട്ടിംഗ് ആയിരുന്നു. ഇതിന് പിന്നാലെ പോവുകയാണ് ഈ സ്ക്വിഡ് ഗെയിമിന്റെ ആൾക്കാരുടെ പിന്നാലെ നമ്മുടെ മെയിൻ ക്യാരക്ടർ പോവുകയാണ്. പിന്നെ മെയിൻ ക്യാരക്ടർ എന്തുകൊണ്ട് സീസൺ 2 കൊണ്ടുവന്നതിന് ഒരു മെയിൻ പർപ്പസ് ആയിട്ട് സീസൺ 3 വേണമെങ്കിൽ നമുക്കൊരു പ്രാധാന്യം കൊടുക്കാം. ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു സീസൺ 3 പലർക്കും പല രീതിയിൽ കാണാം, പലർക്കും അത് ഇഷ്ടപ്പെടത്തില്ല, പലർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ കണ്ടിരിക്കാം, അത്ര തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. പ്രത്യേകിച്ച് ഇമോഷണൽ കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെ കണക്ട് ആയില്ല. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ക്യാരക്ടേഴ്സും മരിക്കുകയാണ് ഇതിൽ. ഒരുമാതിരി ഫൈനൽ ഡെസ്റ്റിനേഷൻ സിനിമ കണ്ട പോലെ സീസൺ 3 വരുമ്പോൾ എല്ലാവരും മരിക്കുകയാണ്. അത് എങ്ങനെ മരിക്കുന്നു, എങ്ങനെയാണ് ഗെയിം വരുന്നത്, എങ്ങനെയാണ് മൈൻഡ് ഗെയിംസ്, ആ ഡിസിഷൻ മേക്കിംഗ് ഓരോ ക്യാരക്ടേഴ്സിന്, അങ്ങനത്തെ പെർസ്പെക്റ്റീവിലൊക്കെ നോക്കുകയാണെങ്കിൽ സിനിമ ഏതോ ലെവലിൽ എത്തിയിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് അങ്ങനെ നോക്കുമ്പോൾ ഒരു മിഡ് ആവറേജ് ആയിട്ടാണ് തോന്നിയത്. ലാസ്റ്റ് കാലടച്ച പോലെയാണ് എനിക്ക് പേഴ്സണലായിട്ട് ഫൈനൽ ഔട്ട്പുട്ട് കിട്ടിയത്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് കണ്ടിരിക്കാം ഒരു ആവറേജ് അത്ര തന്നെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഈ സീസൺ 3 എന്ന് പറയുകയാണെങ്കിൽ ഒരു ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ടിങ് ആയിരുന്നില്ല. ഒരു സിനിമേൻ്റെ ഫസ്റ്റ് ഹാഫ് നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടു സീസൺ 2. അതുപോലെ തന്നെ സീസൺ 3 നമ്മൾ ഒരു സെക്കൻഡ് ഹാഫ് കണ്ട പോലെയാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫിൽ കണ്ട ആ ഒരു ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ഇമോഷണൽ എലമെന്റ്സും അതുപോലെ തന്നെ ആ ഒരു ക്യാരക്ടേഴ്സിന്റെ പാസ്റ്റ് ഒക്കെ നമുക്ക് ഇപ്പോഴും മൈൻഡിൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് കാണുമ്പോൾ നല്ലൊരു എൻഗേജിങ് ആയ ഒരു സീരീസ് കണ്ട പോലെയാവും 6 എപ്പിസോഡ്സ്. പിന്നെ പല സീരീസ് വെച്ച് നോക്കുമ്പോൾ വലിച്ചു നീട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് വലിച്ചു നീട്ട സീസൺ 3 തന്നെ അവസാനിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് ആണ്. പക്ഷെ എന്തോ എനിക്ക് ഫൈനലായിട്ട് കണ്ടിറങ്ങുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല എനിക്ക്. ലാസ്റ്റ് ക്ലൈമാക്സ് ആണെങ്കിലും ലാസ്റ്റ് ഫിനാലെ സീസൺ ആണ് ഈ ഒരു കൊറിയൻ സീരീസ്, ഇനി ഇത് ഉണ്ടാവത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ക്ലൈമാക്സിൽ USA വരുന്നുണ്ട്. സ്ക്വിഡ് ഗെയിം USA വരുന്ന പോലെ പ്രോമിസിങ് ചെയ്തിട്ടാണ് നിർത്തുന്നത്. അപ്പൊ എന്തായാലും ഇതൊരു യൂണിവേഴ്സ് പോലെ എക്സ്പാൻഡ് ചെയ്യാനാണ് അവരുടെ ടീം പ്ലാൻ ചെയ്യുന്നെങ്കിൽ തോന്നുന്നത്. സ്ക്വിഡ് ഗെയിം ഒരുപാട് ഇനി വരാനുണ്ട്. സ്ക്വിഡ് ഗെയിം USA, അതുപോലെ തന്നെ സ്ക്വിഡ് ഗെയിമിലെ ആദ്യ ഗെയിം എങ്ങനെയായിരുന്നു, അതുപോലെ സ്ക്വിഡ് ഗെയിം വേൾഡ് ഓരോ കണ്ടസ്റ്റന്റ് ഓരോ രാജ്യത്തുനിന്ന് വരുന്നു. പിന്നെ സ്ക്വിഡ് ഗെയിമിൽ 28ാമത്തെ കണ്ടസ്റ്റന്റ് എങ്ങനെയാണ് ഈ ഒരു ഫ്രണ്ട്മാൻ ആയത്, ഇപ്പൊ ഈ നടത്തുന്ന സീരീസിലെ ഫ്രണ്ട്മാൻ എങ്ങനെയാണ് ഈ ഒരു സീരീസിൽ വന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തായാലും വരും ഈ സ്ക്വിഡ് ഗെയിമിലെ സിനിമകൾ അല്ലെങ്കിൽ സീരീസിൽ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. എന്തായാലും നല്ലൊരു വാച്ച് ആയിരിക്കും. പ്രോപ്പറായൊരു ക്ലൈമാക്സ് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് അങ്ങനെ തോന്നിയില്ല. കണ്ടിരിക്കാം, ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു എനിക്ക് കംപ്ലീറ്റ് ആയിട്ട്. ഫിനാലെ ഇഷ്ടമായില്ല.